ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഫ്രൂട്ട് കസ്റ്റേർഡാണ്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എന്നാൽ ശരി, നമുക്കിനി ഫ്രൂട്ട് കസ്റ്റേർഡ് തയ്യാറാക്കി തുടങ്ങാം. പാനിലേക്കിനി ഒരു 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തിളച്ചിട്ട് വരണം. അതുവരേക്കും നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കും. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഫ്രൂട്ട് കസ്റ്റേർഡ്. പ്രത്യേകിച്ച് വിരുന്നുകാരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കാൻ പറ്റുന്ന ഒന്നാണിത്. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒന്നാണ് ഈ ഫ്രൂട്ട് കസ്റ്റേർഡും. പാലിപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വരുന്നുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ചെറുതായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 6 മുതൽ 7 ടേബിൾ സ്പൂൺ വരെ ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ ഒരുപാട് മധുരം ഉണ്ടാവില്ല, ഒരു മീഡിയം മധുരം മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാവുള്ളൂ. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത ഷുഗർ എല്ലാം മെൽറ്റായിട്ട് ഇനി ഇത് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരണം. നമ്മുടെ പാല് വീണ്ടും നല്ലതുപോലെ തിളച്ചിട്ട് വരണുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കസ്റ്റേർഡ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ തിളച്ച പാലിലേക്ക് നമ്മൾ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കരുത്, എങ്കിൽ അത് കട്ടയായിട്ട് പോവും. അതിൻ്റെ പേരിൽ എപ്പോഴും ഒരു ചെറിയ ബൗളിൽ ഫസ്റ്റ് നമ്മൾ കസ്റ്റർഡ് പൗഡർ എടുത്ത് മാറ്റി വെക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നോർമൽ പാലാണ്, ചൂടായിട്ടുള്ള പാലല്ല. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ പാലിൽ മിക്സ് ചെയ്യുമ്പോഴും ചെറുതായിട്ട് കട്ട ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരാതെ നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഞാൻ വാനില ഫ്ലേവറാണ് വാങ്ങിയിട്ടുള്ളത്. നമ്മൾ ഈ ഫ്രൂട്ട്സ് കസ്റ്റേർഡ് വെക്കുമ്പോഴത്തേക്കും എപ്പോഴും ടേസ്റ്റ് കൂടുതൽ വാനില ഫ്ലേവറിനാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് പാലിലേക്ക് വളരെ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പാല് പെട്ടെന്ന് കട്ടയായിട്ട് പോവും. ഈ ടൈമിൽ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിരുന്നാൽ മതിയാവും. അപ്പോൾ ഫുൾ കസ്റ്റേർഡ് നമ്മൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കൂട്ടി വെച്ചിരുന്നാൽ മതി. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കസ്റ്റർഡ് പൗഡർ കൂടുതൽ ചേർക്കാതിരിക്കണം. ഒരുപാട് കസ്റ്റർഡ് പൗഡർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പാല് നല്ലതുപോലെ തിക്കായിട്ട് കട്ടയായിട്ട് പോവും. അങ്ങനെ എങ്ങാനും വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് കൂടി കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇളക്കി കൊടുത്താൽ മതിയാവും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ പാല് വേണ്ടത്. ഒരു 2 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ പാല് നല്ലതുപോലെ തിളച്ചിട്ട് വരണുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കസ്റ്റേർഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ തണുത്തിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് തയ്യാറാക്കിയ സെയിം പാനിൽ തന്നെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാനിൻ്റെ ചൂട് കൊണ്ടിട്ട് കുറച്ചുകൂടി തിക്കായി പോവും. അതിൻ്റെ പേരിലാണ് നമ്മൾ പെട്ടെന്ന് ബൗളിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിൽ നല്ലതുപോലെ ഒന്ന് തണുക്കട്ടെ. നമ്മുടെ കസ്റ്റേർഡ് ഇപ്പോൾ നല്ലതുപോലെ തണുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് ആപ്പിള്, ചെറുതായിട്ട് അരിഞ്ഞ ഒരു പഴം കൂടി ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരല്പം മാതളം കൂടി. ഫൈനലി ഞാനൊരല്പം ബദാം കൂടി ചേർക്കുകയാണ്, ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. നട്ട്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഫ്രൂട്ട്സൊക്കെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂളായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് കഴിക്കാം, സെർവ് ചെയ്യാം. അതല്ല കുറച്ചുകൂടി തണുത്തതിന് ശേഷം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഒന്ന് റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത്. ഇതിപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ കസ്റ്റേർഡ് നല്ല സൂപ്പറായിട്ട് തണുത്തിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫുഡ് കസ്റ്റേർഡാണിത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കസ്റ്റേർഡ് മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതുവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.